എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ്. കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു ഡബിൾ നെക്കും ഒരു 5 പോട്ട്ലി ബട്ടനുമാണ് ഇതിലുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ക്യാൻവാസ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ ക്യാൻവാസാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് നോക്കുക. നമുക്ക് 3.25 ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക് വിഡ്ത്ത്. അപ്പോൾ 3.25 1 ഇഞ്ച് ഞാൻ കൂട്ടി മാർക്ക് ചെയ്യേണ്ടത്. 4.25 3.25 ആയിട്ട് 2 മാർക്കിങ്ങാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ താഴെ നോക്കുക, ഇങ്ങനെ ചെരിച്ച് ഞാനിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ താഴത്ത് 1 ഇഞ്ചും കൂടിയും എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാനുള്ള ഞാൻ ഇപ്പോഴേ അവിടെ മാർക്ക് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ വെച്ച് ഷേപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ചെയ്ത്, സ്ക്വയറല്ല ദീർഘചതുരം ചെയ്ത് നമ്മൾ നെക്ക് ചെയ്യുക സാധാരണ ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോക്സ് വരച്ചു. ബോക്സ് വരച്ചിട്ട് ഇനി അതിനെ കറക്റ്റായിട്ട് ഒരു യു ഷേപ്പ് വരച്ചെടുക്കുക നമ്മൾ. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ടൂളാണ് ഉപയോഗിക്കുന്നത് യു വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ടൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഈ ഭാഗം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന് 1 ഇഞ്ച് വെച്ച് വിഡ്ത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക നമ്മൾ. വിഡ്ത്ത് മാർക്ക് ചെയ്ത് അതിനെയും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ലൈനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇതിൽ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട്, ഞാനത് ഇവിടെ കറക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആ ഭാവനയ്ക്കനുസരിച്ച് ഷേപ്പ് കറക്റ്റ് ചെയ്ത് അത് ഷേപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുക, 1.25 ഇഞ്ച് വെച്ചിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. 1.25 ഇഞ്ചിൻ്റെ കുറച്ച് മാർക്കിങ് ചെയ്യേണ്ടത്. നോക്കുക, 1 2 3 4 5 6 മാർക്കിംഗ് ആണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. 1.25 ഇഞ്ച് വെച്ചിട്ടാണ് അതിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരെ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഉള്ളിലത്തെ ലൈനിൽ, അതായത് ഇന്നർ ലൈനിൽ നമ്മൾ ഇതിൻ്റെ നേരെ സെൻറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിലേക്ക് നമ്മളിതിനെ ചെറിയ മൊനയുള്ള ഏരോകളാക്കി മാറ്റുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ചെരിച്ച് അങ്ങോട്ട് വരച്ച് അതിനെ ആ ഒരു ഷാർപ്പായിട്ടുള്ള പോയിൻ്റാക്കി മാറ്റാനാണ്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ അതിനെ മാറ്റിയെടുക്കുക. അപ്പം നമ്മുടെ ആ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ 1.25 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് പിൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മറക്കണ്ട, മോൾ ഭാഗം നമ്മൾ ബ്രിഡ്ജ് വെച്ചിട്ട് ആണ് കട്ട് ചെയ്യണത്, അത് ഒരിക്കലും മറക്കണ്ട. അപ്പോൾ ഉൾഭാഗം ഏറ്റവും ആദ്യം ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് അവിടെ മാറ്റി വയ്ക്കുന്നത് നമുക്ക് ആവശ്യമുള്ള പീസാണ്. കണ്ടു, അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പല്ല് പോലെ ഇതുകൊണ്ട് കട്ട് ചെയ്ത് കളയുക. ഇപ്പം നമ്മുടെ ഈ പല്ലുകളെല്ലാം തന്നെ റെഡിയായി. ഇനി ഈ സെൻറ്ററും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പം നമ്മുടെ ഷേപ്പ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇത് നിങ്ങൾ പ്ലെയിൻ
കുർത്തി ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇത് പ്രിൻ്റഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, സെക്കൻഡ് നെക്ക് ഞാൻ വരയ്ക്കുന്നത് കണ്ടുവോ? ഇതുപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ പീസ് വെച്ച് കറക്റ്റായിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഒറ്റ പണിയുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ആ ഉള്ളിലത്തെ പീസ് കറക്റ്റായിട്ട് അതുപോലെ തന്നെ വെച്ച് മുകളിൽ അറേഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നോക്കാം, നമ്മളെ സെക്കൻഡ് നെക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫസ്റ്റ് നെക്ക് വെച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഇതിൽ ചെയ്യണത്. അപ്പോൾ അടിഭാഗം വേറെ കളറ്, മോൾ ഭാഗം നമ്മുടെ കുർത്തി ടോപ്പിൻ്റെ കളറ്. അപ്പോൾ നോക്കുക, ഇത് രണ്ടും ഞാൻ വേറെ വേറെ തുണിയിൽ ഒട്ടിച്ചിട്ടാണ്. അപ്പോൾ ഈ പീസ് എങ്ങനെ ചെയ്യണത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മഞ്ഞ പീസ് ഞാൻ എങ്ങനെയാണ് ചെയ്യണത് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് പീസ് ഒരേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ വേറൊരു പീസ് ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ് ഞാൻ വയ്ക്കുന്നത്. ഇതുപോലെ വെച്ച് നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ നെക്ക് തയ്ച്ചെടുക്കുന്ന അതേപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇപ്പോൾ കറക്റ്റ് ആ ലൈന് കൂടെ ഇതുപോലെ അങ്ങോട്ട് വെച്ച് തയ്ച്ചെടുക്കുക. ഓക്കെ, ഇനി ഈ ഉൾഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മളിത് ബാക്കിലേക്ക് മടക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു നെക്കിൽ ചെയ്യുന്ന അതേ സംഭവമാണ് നമ്മളിതിൽ ചെയ്യുന്നുള്ള, വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യണില്ല. ഇനി അതിന് ശേഷം നോക്കുക, ഈ ഭാഗം കണ്ടു, ഈ ഭാഗം അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇത് ഇവിടെ കണ്ടു, ഇവിടെ നമ്മൾ ചെറിയ ഒരു പൈപ്പിംഗ് പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ് ഞാനിതിൽ. അപ്പോൾ നമ്മൾ ആ മടക്കിയിട്ടുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും തന്നെ അവിടെ ചെയ്യുന്നില്ല. അതിനുശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ ഒരു പൈപ്പിംഗ് ആണ് അവിടെ കിട്ടുക. നമ്മൾ അധികം വണ്ണമുള്ള ഒരു പൈപ്പിംഗ് അല്ല, ചെറിയ വണ്ണത്തിലുള്ള ഒരു പൈപ്പിംഗ് ആണ് അവിടെ ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ലൈൻ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് പണി ഒരേപോലെ ഒപ്പം തന്നെ നടന്ന് കിട്ടി. നമുക്ക് പൈപ്പിങ്ങും അതിൽ ചെയ്ത് കിട്ടിയാൽ അഡീഷണൽ വെക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ ഈ പീസിൻ്റെ സൈഡ് ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. ഇനി ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം കുർത്തിയുടെ ഫ്രണ്ട് പാനലിൽ ഇതുപോലെ നേരെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇത് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ആ പോയിന്റുകൾ നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കണം, അത്രയാണ് അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇതുപോലെ പിന്ന് കുത്തിയിട്ട് കറക്റ്റായിട്ട് വെച്ച് തയ്ക്കിയതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ പോയിന്റുകൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം തയ്ക്കാൻ, അത് പ്രത്യേകം മറക്കണ്ട. അപ്പോൾ ഇനി ജസ്റ്റ് ഞാനത് സ്പീഡിൽ കാണിക്കുകയാണ്, കാരണം നമ്മൾ ടൈം അല്ലെങ്കിൽ വെറുതെ പോവും. അപ്പോൾ ഇത് മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് പണിയായിട്ടുള്ള ഒരു സംഭവമുള്ളൂ, ഇതിങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് തയ്ച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഭംഗിയായിട്ട് ഇത് അങ്ങോട്ട് തയ്ച്ചെടുത്തു. ഇതുപോലെ നമ്മൾ വളരെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കുക. ഓക്കെ, ഇനി ഇത് ഉൾഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുക.
നമ്മൾ സാധാരണ നെക്കൊക്കെ ചെയ്യുന്ന അതേ സംഭവം തന്നെ. നമ്മളിപ്പോൾ നേരത്തെ ഇതിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് കളയണത്. നോക്കുക, ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ കോർണറുകളിൽ നമ്മൾ കട്ട് മാർക്ക് കൊടുക്കണം. കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് മടങ്ങില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയെല്ലാം കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ എല്ലാത്തിൻ്റെയും ഇട കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് മടങ്ങുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗം വളഞ്ഞിട്ടുള്ള ഈ സെൻറ്ററും അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിന് ഇതുപോലെ ഓരോ പീസായിട്ട് നമ്മൾ അകമ്പുറത്തിരിക്കണം. അല്ലേ, ഇതുപോലെ ഓരോ പീസായിട്ട് തന്നെ നമ്മളിത് തിരിക്കണം. നമ്മൾ സാധാരണ ഒരു നെക്ക് തിരിക്കുന്ന പോലെ തിരിയില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വല്ല കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ആ മൊന കറക്റ്റ് ചെയ്തെടുക്കുക. കത്രികയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ടൂള്. അപ്പോൾ ഞാനിതിൽ കത്രിക തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കണ്ടു, ഇതുപോലെ കത്രിക കൊണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് കുത്തിയും കൂടി നമുക്ക് നൂർത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഈ പല്ല് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ നൂർത്തി എടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് ഇതിൽ കുറച്ച് പണിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന സംഭവമുള്ളൂ. ബാക്കിയെല്ലാം സാധാരണ നമ്മൾ ചെയ്യുന്ന അതേപോലെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടി പറയാണ്, ഇത് പ്ലെയിൻ മെറ്റീരിയൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടു, ഇത് നല്ല ഭംഗിയായിട്ട് നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ പിന്നെ അടിയിലത്തെ പീസ് വെച്ച് പിൻ ചെയ്ത് നമുക്ക് തയ്ക്കുക എന്നുള്ള ഒരൊറ്റ പണിയുള്ളൂ. അപ്പോൾ ഇത് കണ്ടു, ഇത് അയൺ ചെയ്ത് എടുത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കുക, ഇതിൽ ഞാൻ ഈ പോട്ട്ലി ബട്ടൺ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ എഡ്ജ് കൂടെ ഒന്ന് തയ്ച്ചു പോകണം, ചുറ്റും ഫുൾ റൗണ്ട്. അപ്പോൾ നോക്കുക, ഞാൻ പോട്ട്ലി ബട്ടനൊക്കെ എടുത്ത് മാറ്റി. ഇനി അത് തയ്ച്ച് വരുമ്പോഴാണ് നമ്മൾ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ സിംഗിൾ പ്രഷർ ഫുഡ് ഇട്ട് വേണം ഇത് തയ്ക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ആ പോട്ട്ലി ബട്ടൺ ഉള്ള ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് ആ എഡ്ജ് കൂടെ അങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഇനി നോക്കുക, ഇനിയാണ് നമ്മൾ ഈ പോട്ട്ലി ബട്ടണുകൾ ഓരോന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കറക്റ്റ് ഗ്യാപ്പ് നമ്മൾ ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യുന്ന പണി കഴിഞ്ഞു. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മൾ ആ എഡ്ജ് കൂടെ തന്നെ തയ്ച്ച് ഇങ്ങോട്ട് അവസാനിപ്പിക്കുക. അല്ലേ, നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ നെക്ക്. വളരെ ഈസി ആയിട്ടുള്ള ഒരു നെക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.